ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. തിരുവചനം പറയുന്നു, ഏലിയാവ് ചൂരച്ചെടിയിൽ മുട്ടിൽ മരണം കാത്തിരിക്കുമ്പോൾ ദൂതൻ അവിടെ ഇറങ്ങി അടയും ആമേ സ്തോത്രം വെള്ളം കൊടുത്ത് തട്ടി ഉണർത്തി. അതെ, ഏലിയാവിന് ദൂരയാത്രയുണ്ട്. അങ്ങനെ ഏലിയാവ് ദൂരയാത്ര ആ കഴിച്ച ആമെ ഭക്ഷണം കൊണ്ട് 40 പകൽ 40 രാവും ആമെ ഹോരബ് മലയിലേക്ക് ചെന്നു. അതിവിടെ ഒരു ഗുഹയുണ്ടാക്കി ഗുഹയിലേക്ക് രാപ്പാർത്തു. ഗുഹയിലായിരിക്കുമ്പോൾ ദൈവം ആമെ സ്തോത്രം ഏലിയാവിന് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? അവിടെ ആമെ ആദ്യം ഒരു വലിയൊരു കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ പാറകളെ പിളർന്നു, പക്ഷേ അതിൽ ദൈവമില്ലായിരുന്നു. രണ്ടാമത് ആമെ ഭൂകമ്പമുണ്ടായി, ശക്തമായ ഭൂകമ്പമുണ്ടായി, അതിലും ദൈവമില്ലായിരുന്നു. മൂന്നാമത് തീയുടെ വലിയൊരു തീ ശക്തി അവിടെ വെളിപ്പെട്ടു, അതിലും ദൈവമില്ലായിരുന്നു. ആമേ പിന്നെയോടും ആമേ ഒരു മൃദുസ്വരം കേട്ടു. ആമേ സ്തോത്രം. ഭൂകമ്പത്തിലും തീയിലും ശേഷം അതിൽ യഹോവയില്ലായിരുന്നു. പിന്നെ സമാധാനത്തിൽ തീയുടെ ശേഷം ഒരു മൃദുസ്വരം അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നീ പോകുക, പോയി ആമേ എലീശയെയും അതുപോലെ ആമേ യേഹൂവിനെയും നീ അഭിഷേകം ചെയ്യണം. യേഹൂവിനെ ഇസ്രായേൽ രാജാവായി നീ അഭിഷേകം ചെയ്യണം. എലീശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. കാരണം ഏലിയാവിന്റെ ദൗത്യം ദൈവം അവിടെ തീർക്കാൻ ഇടയായി. കാരണം ഏലിയാവിനെ എടുക്കപ്പെടാൻ സമയമായി. ഇനി എലീശ പുറത്തു വരണം. ഇന്ന് രാത്രി ചില ഏലിയാവുമാർ ആമേ സ്തോത്രം ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ചില ഏലീശമാരെ കാലഘട്ടത്തിൽ പുറത്തെടുക്കുന്ന ആമേ സ്തോത്രം ഒരു വർഷമായി കാലഘട്ടം മാറട്ടെ. അങ്ങനെ ഏലിയാവ് ആമേ സ്തോത്രം ദൈവസ്വരം കേട്ട് ആമേ സമാധാനത്തിന്റെ മൃദുസ്വരം കേട്ടു. ആമേ സ്തോത്രം ഏലിയാവ് യാത്ര തുടങ്ങി. അങ്ങനെ ആമേ സാഫാത്തിന്റെ മകനായ എലീശ ആമേ സ്തോത്രം ഹല്ലേലൂയ വയലിൽ ആമേ സ്തോത്രം വായിൽ പൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആമേ 12ാമത്തെ വരിയിൽ ഏലീശ ആമേ വയല് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ആമേ അവിടെ ഏലിയാവ് ചെന്ന് ആമേ 12ാമത് ഏറ്റവും പുറകിൽ നിൽക്കുന്ന എലീശയെ കണ്ടു. ഈ കാലഘട്ടത്തിൽ സഭയിലാണെങ്കിൽ അല്ലെങ്കിൽ കൈവപ്പിലാണെങ്കിൽ പൈസ ഉള്ളവരെ മുന്നിലിരിക്കുന്നവരെ അഭിഷേകം ചെയ്യുവാൻ പല പ്രവാചകന്മാർ മുന്നിട്ട് വരുമ്പോൾ പുറകിലിരിക്കുന്ന പല വിശ്വാസികളെയും പല സഹോദരന്മാരെയും പല മാതാപിതാക്കളെയും കണ്ടില്ലെന്ന് പ്രവാചകന്മാർ നടിക്കുമ്പോൾ ദൈവം എന്താണോ പ്രവാചകനോട് പറഞ്ഞത് അതെ 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 പ്രവാചകൻ അനുസരിച്ചു. എലീശയോട് ദൈവം എന്താണോ പറഞ്ഞത് അതെ ഏലിയാവ് അതുപോലെ തന്നെ അനുസരിച്ച് ഏലിയാവിനോട് പറഞ്ഞു, പോയി എലീശയെ അഭിഷേകം ചെയ്യുക. മുൻനിരയിൽ ഒന്നും എലീശയെ കണ്ടില്ല. 12ാമത്തെ നിരയിൽ ഏറ്റവും പുറകിൽ നിന്ന് വയൽ പൂട്ടിക്കൊണ്ടിരിക്കുന്ന എലീശയെ കണ്ടു. ഹല്ലേലൂയ. കാരണം എല്ലാ സ്ഥാനത്ത് കൊണ്ടുവരുന്നവരെ മുന്നിൽ നിൽക്കുന്നവരെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ എലീശ പുറകിൽ നിൽക്കുന്നു. ആ പുറകിൽ നിന്ന എലീശയെ മേൽ ഏലിയാവ് പുതപ്പെട്ടു. ആ പുതപ്പെട്ടപ്പോൾ ഏലിയാവിന്റെ അഭിഷേകം അത് എലീശ മേൽ വെളിപ്പെട്ടു. ഉടനെ തന്നെ അവൻ ആ കാളയെ അറുത്ത് ആ കലപ്പയെ കൊണ്ട് പാചകം ചെയ്തു. വീട്ടുകാർക്കെല്ലാം കൊടുത്തു, പണിക്കാർക്കും കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ അപ്പനെയും അമ്മയെയും കണ്ണ് ചുംബിച്ചിട്ട് വരാം. അതെ കാളയെ അറുത്ത് കൂട്ടാൻ വെച്ച് അവനും കൂടെയുള്ള ജോലിക്കാരും കഴിച്ചതിന് ശേഷം അപ്പനെയും അമ്മയും കണ്ടിട്ട് സ്തോത്രം ഏലിയാവിന്റെ പിന്നാലെ എലീശ പോയി. ഇന്ന് രാത്രിയും ദൈവ വിളി കേട്ട് സ്തോത്രം അറച്ചു നിൽക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, നിന്നെ വിളിച്ചത് ദൈവമാണ്. സ്തോത്രം വിട്ടിട്ടിറങ്ങേണ്ട സകലതിനെയും വിട്ടിട്ടിറങ്ങിയാൽ ദൈവത്തിന്റെ കരം നിന്നോടുകൂടെ ഇരിക്കും. ഇന്ന് രാത്രിയും പലർക്കും പലതും വിടാൻ കഴിയാതെ സ്തോത്രം ജോലി വിടാൻ കഴിയാതെ വിളി കേട്ടിട്ട് അറച്ചു നിൽക്കുന്ന നിന്നോട് ഇന്ന് കർത്താവ് പറയുന്നു, സ്തോത്രം ചിലതിനെ വിട്ടിട്ടിറങ്ങിയാൽ കർത്താവ് നിന്റെ കൂടെ കാണും. ഹല്ലേലൂയ. പത്രോസ് വള്ളവും വലയും വിട്ടിട്ടിറങ്ങിയപ്പോൾ പലപ്പോഴും സ്തോത്രം ഹല്ലേലൂയ അതിലോട്ട് തിരിഞ്ഞു നോക്കിയെങ്കിലും സ്തോത്രം ദൈവം കൈവിട്ടില്ല. ഇന്ന് രാത്രി എന്നെയും നിന്നെയും വിളിച്ച കർത്താവാണെങ്കിൽ വടയിലിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല എന്ന് ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറിയാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കാൻ കഴിയുന്നവർ ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവിന്റെ പിന്നാലെ എലീശ സ്തോത്രം ശിക്ഷപ്പെട്ടുകൊണ്ട് നടന്നു. അതെ, ഏലിയാവിൽ അഭിഷേകം അതേ എലീശയിൽ വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഏലിയാവ് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ കൈ കഴുകാൻ വെള്ളം എടുക്കുമ്പോൾ ഓടിച്ചെന്ന് ശിഷ്യൻ വെള്ളം ഒഴിച്ചു കൊടുക്കും. കാരണം സ്തോത്രം ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു
ഒഴിച്ചവനെന്ന് പേരായി. ഇന്ന് രാത്രിയും ദൈവനാമത്തിന് വേണ്ടി സഭയ്ക്കകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ എന്ത് ചെയ്താലും അത് പിന്നത്തതിൽ നിന്റെ അറിയപ്പെടുന്നത് അതിലാകും. ഏലീശയെ അറിയപ്പെട്ടത് ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചവനെന്ന് അറിയപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഏലിയാവിനെ സ്തോത്രം ദൈവം എടുക്കാൻ സ്തോത്രം സമയമായി. അപ്പോൾ ഏലീശയോട് ചോദിച്ചു, നീ എന്താണ് സ്തോത്രം ആഗ്രഹിക്കുന്നത്? ഞാനോ നിങ്ങളോ ആണെങ്കിൽ പറഞ്ഞ ബിൽഡിംഗ്, കാറ്, ബാങ്ക് ബാലൻസ് ഒക്കെ പറഞ്ഞത്. ഏലീശ ഒന്നും പറഞ്ഞാതെ, അതൊന്നും പറയാതെ, നിന്റെ ഇരട്ടി പങ്ക് അഭിഷേകം എനിക്ക് വേണം. നീ ഒരാളെ ഉയർപ്പിച്ചിട്ടെങ്കിൽ അതിന്റെ ഇരട്ടി പങ്ക് ബൈബിൾ പറയുന്നു. ഏലീശ അതിൽ കൂടി 2 ഡെഡ് ബോഡികൾ സ്തോത്രം ഉയർത്തു. ഒന്ന് ഒരു കുഞ്ഞിന്റെ ബോഡി ഉയർത്തു. 2 സ്തോത്രം ഏലീശയെ അടക്കിയിരുന്ന അസ്ഥിയിൽ ഒരു രാജഭൃത്തന്റെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം മരണപ്പെട്ട് കൊണ്ടടക്കിയപ്പോൾ ഏലീശയുടെ അസ്ഥി തട്ടിയപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റെന്ന് വചനം പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി അസ്ഥിയിൽ പോലും അഭിഷേകം വെളിപ്പെടുന്ന ഒരു കാലഘട്ടമായി മാറാൻ പോകുന്നു. നടക്കുമ്പോൾ അഭിഷേകം, ഇരിക്കുമ്പോൾ അഭിഷേകം, നീ ആയിരിക്കുന്ന മേഖലയിൽ അഭിഷേകം, ഈ കാലഘട്ടത്തിൽ നീ ആയിരിക്കുന്ന പ്രസ്ഥാനത്തിൽ അഭിഷേകം. അങ്ങനെയുള്ള നാളായി ദൈവം നിന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി സമർപ്പണമുള്ള, ആഗ്രഹമുള്ള, ദൈവ പദ്ധതിയുള്ള, ദൈവ നിയോഗമുള്ള, ദൈവ വിളിയുള്ള ചില സഹോദരന്മാരെ, സഹോദരിമാരെ ഈ കാലഘട്ടത്തിൽ ദൈവം പുറത്തെടുക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ. എരികോവിലേക്ക് ചെല്ലുമ്പോഴും സ്തോത്രം ഏലിയാവിന്റെ കൂടെ നടന്നു. യോർദാൻ സ്തോത്രം ഹല്ലേലൂയ ഒരു പുതപ്പടിച്ചു. ഏലിയാവ് കാണിച്ചു കൊടുത്തു. സ്തോത്രം യോർദാൻ 2ആയി മാറുന്നത് ഒക്കെ കണ്ടുകൊണ്ട് സ്തോത്രം ഏലീശ സ്തോത്രം കൂടെ നടക്കെ. കൂടെ അത് മാത്രമല്ല 50 ബലശാലികൾ. കാരണം ബലമുള്ള 50 അവർക്കും അറിയാം ഏലിയാവിനെ എടുക്കപ്പെടും. സ്തോത്രം ഏലിയാവിനെ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഏലിയാവിന്റെ ആത്മാവ് സ്തോത്രം ഏലീശയിൽ വെളിപ്പെടുമെന്ന്. സ്തോത്രം ആയിരിക്കുമ്പോൾ ഏലിയാവ് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് ചെറിയ കാര്യമല്ല, നീ ആഗ്രഹിക്കുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ സ്തോത്രം കാറ്റിലും കൊടുങ്കാറ്റിലും സ്തോത്രം ഹല്ലേലൂയ അഗ്നിരഥത്തിലും ഞാൻ എടുക്കുന്നത് നീ കണ്ടാൽ നിനക്ക് ഇരട്ടി പങ്ക് അഭിഷേകം ഉണ്ടാവും. കാരണം കണ്ണിൽ നിറച്ച് പൊടിയും കണ്ണിൽ നിറച്ച് മാലിന്യങ്ങളും വീഴാൻ ചാൻസ് ഉണ്ട്. അതിനപ്പുറം തീയുടെ ശക്തിയുണ്ട്. അഗ്നിരഥങ്ങളുടെ ശക്തി കൊണ്ട് നിനക്ക് കണ്ണു തുറന്ന് പലതും കാണാൻ പറ്റുകയില്ല. ഈ കാലഘട്ടത്തിൽ ഈ അഗ്നിരഥങ്ങളുടെ സ്തോത്രം വെളിച്ചത്തിലും കണ്ണു തുറന്ന് കാണാൻ കഴിയുമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടും. എത്രമാത്രം പ്രതികൂലമാകുന്ന കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും നീ ഇന്ന് രാത്രി മൃദുസ്വരവും ദൈവത്തെ കാണുന്ന, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുന്ന ഒരു മകനായി, മകളായി ദൈവം നിന്നെ മാറ്റും. കാരണം നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു സാധാ അഭിഷേകമല്ല, ഒരു അസാധാരണമായ ഒരു അഭിഷേകമാണ്. ഒരു ഇരുളിനും നിന്റെ നന്മയെ മറച്ചു വെക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി സ്തോത്രം അങ്ങനെ സ്തോത്രം കൊടുങ്കാറ്റിൽ സ്തോത്രം ഏലിയാവിനെ എടുക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ കൂടെ നിന്ന ശിഷ്യന്മാർ 50 ചെറിയ ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, എന്തായാലും ഏലിയാവിനെ ഏതെങ്കിലും മലയിൽ കാറ്റുകൊണ്ട് വച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് 3 ദിവസം ഈ 50 ശിഷ്യന്മാർ ചുറ്റുപാടും നടന്നു മലയിലേക്ക് അന്വേഷിച്ചു നോക്കി. പക്ഷേ അത് ഏലീശയ്ക്ക് അറിയാമായിരുന്നു. ഏലീശയോട് ഏലിയാവ് പറഞ്ഞിരുന്നു, സ്തോത്രം ഹല്ലേലൂയ എടുക്കപ്പെടുമ്പോൾ പുതപ്പ് നിനക്ക് സ്തോത്രം ഉണ്ടാകും. അതാ അവൻ ആഗ്രഹിച്ചത്. ഏലിയാവിനെ എടുത്തപ്പോൾ ഏലിയാവിന്റെ പുതപ്പ് ഏലീശയുടെ വീണു. ഏലീശ പുതപ്പെടുത്ത് യോർദാനെ അടിച്ചു. ഏലിയാന്റെ ദൈവം എവിടെ? സ്തോത്രം ഹല്ലേലൂയ. യോർദാൻ 2ആയി മാറി. ഇന്ന് രാത്രി നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ പുതപ്പ് നീ ചില മേഖലകൾ സ്തോത്രം ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ദേശാന്തര ശക്തികളെ നിന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു കുടിയിരിപ്പ് ശക്തികളെ നിന്നെ തൊടാൻ കഴിയത്തില്ല. 33 കോടി ശക്തികൾ നിന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേൽ ഒരു അസാധാരണ അഭിഷേകത്തിന്റെ പുതപ്പുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അതിനെ ഈ കാലഘട്ടത്തിൽ നീ ഉപയോഗിക്കാൻ തയ്യാറായാൽ, ആവശ്യമില്ലാത്തതിനൊന്നും ഉപയോഗിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നീ മാത്രം ഉപയോഗിച്ചാൽ, മന്ത്രവാദികൾ എത്ര നിനക്കെതിരെ മന്ത്രവാദം ചെയ്താലും മന്ത്രവാദിയുടെ പൈസ തീരുന്നതല്ലാതെ നിന്റെ ശരീരത്തിനോ ആത്മാവിനോ തൊടാൻ, ആത്മീക മണ്ഡലത്തെ തൊടാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു അസാധാരണമായ അഭിഷേകമാണ് കുഞ്ഞെ. മാതാവേ, പിതാവേ, നിന്നെ തകർത്ത് കളയുവാൻ പുതുപ്പിഴുത
പിഴുതെറിയുവാൻ ശത്രു പലപ്പോഴും പദ്ധതികൾ പ്ലാനുകൾ ഇട്ടിട്ടും നിന്നെ തൊടാത്തതിന്റെ കാരണം നിന്റെ മേലൊരു അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ മേലുണ്ടെന്ന് ഇന്ന് രാത്രി ദൂത് കൈമാറിയ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അതെ, വിശ്വസിക്കാൻ കഴിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഏലിയാവ് മൃദുസ്വരം, ആമേ സ്തോത്രം, ദൈവത്തിന്റെ ആമേ സമാധാനത്തിന്റെ സ്വരം കേട്ടു. സങ്കീർത്തനത്തിൽ പഠിച്ചാൽ വ്യക്തമായി നമുക്കറിയാം, യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. ആമേ പെരുവെള്ളത്തിന് മുതൽ യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നു. ആമേ യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ആമേ യഹോവയുടെ ശബ്ദം ദേവദാരുകളെ തകർക്കുന്നു. ആമേ യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്നിക്കുന്നു. ആമേ യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. ആമേ സ്തോത്രം, ഇവിടെ ഏലിയാവ് മൃദുസ്വരം കേട്ടു. ആമേ സ്തോത്ര, സമാധാനത്തിന്റെ മൃദുസ്വരം ഏലിയാവ് കേട്ടു. ഭൂകമ്പത്തിൽ വെളിപ്പെടാത്ത ദൈവസ്വരം, ആമേ കാറ്റിൽ വെളിപ്പെടാത്ത ദൈവസ്വരം, ആമേ സ്തോത്രം, അല്ല തീയിൽ വെളിപ്പെടാത്ത മൃദുസ്വരം ഏലിയാവിന് വ്യത്യസ്തമായ ഒരു മേഖലയിൽ ആമേ ദൈവത്തിന്റെ സ്വരം വെളിപ്പെട്ടു. കാരണം ഏലിയാവിന്റെ ശുശ്രൂഷ തീർന്നു, അടുത്തൊരു കൈമാറ്റം നടക്കണം. ആമേ സ്തോത്രം, ഹല്ലേലൂയ, അടുത്തൊരു കൈമാറ്റം നടക്കണം. അതെ കൈമാറ്റം നടന്നു. ഏലിയാവിനെ സ്വർഗത്തിലേക്ക് ദൈവം എടുത്തു. ആമേ ഏലീശയിൽ ആമേ ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ഏലിയാമാരിൽ നിന്ന് ഏലീശയിലേക്ക് അഭിഷേകം വെളിപ്പെട്ട് ഈ കാലഘട്ടത്തിൽ അനേകരെ പുറത്തെടുക്കാൻ പോകുന്ന നാളെന്ന് പരിശുദ്ധാത്മാവിന്റെ ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ആമേ വെള്ളം, ആമേ സ്തോത്രം, ആമേ എരിഹോവിൽ വെള്ളം ചീത്തയാകുന്നു. ദേശം ഗർഭനാശം സംഭവിക്കുന്നു. ഉടനെ തന്നെ ഏലീശ ഇടത്തേക്ക് ആളെ വന്നു. ഏലീശ പറഞ്ഞൊരു പുതിയ തളികയിൽ ഉപ്പ് കൊണ്ടുവരിക. ആ ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുത്തു വിട്ടു. അതെ, നദിയിലേക്ക് ഇടുക. ആമേ സ്തോത്രം, ആമേ ആ നദിയിലേക്കിട്ടു. ആമേ ഗർഭനാശം സംഭവിച്ചുകൊണ്ടിരുന്ന ആ ദേശത്തിട്ടു. കാരണം ആ ദേശത്തുനിന്ന് തലമുറകൾ പുറത്തു വരുന്നില്ല. ഗർഭത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ തകർത്തു കളയുന്ന അന്ധകാര ശക്തികൾ ആ ദേശത്ത് കുടിയിരിപ്പ് ശക്തികൾ ഉണ്ടായിരുന്നു. വെള്ളത്തെ നഷ്ടമാക്കി കളയുന്ന, ജീവൻ അലയാതെയാവുന്ന പരിശുദ്ധാത്മാവിന്റെ നദിയെ നഷ്ടമാക്കി കളയുന്ന ആമേ സ്തോത്ര അന്ധകാര ശക്തികൾ ആ ദേശത്ത് കുടിയിരിപ്പ് ശക്തികൾ ഉണ്ടായിരുന്നു. ആ ഉപ്പിന്റെ ശക്തിയാൽ, ആമേ പ്രാർത്ഥിച്ചു കൊടുത്ത ഉപ്പിന്റെ ശക്തിയാൽ വെള്ളം ആമേ നേരെയായി. ഗർഭം അനാശങ്ങൾ സംഭവിച്ചു കൊണ്ട ഉദരങ്ങളിൽ ഗർഭഫലം വെളിപ്പെടാൻ തുടങ്ങി. കൂട്ടത്തോടെ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം എവിടെയാ വെളിപ്പെടുന്നു? നീ ഒരു ഉപ്പാകുന്നു. ഇന്ന് രാത്രി നീ ഉപ്പാകുന്ന നിന്റെ മേൽ ദേശത്തും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ബൈബിൾ പറയുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് നിലത്തിന്റെ ചവിട്ടുവാനേ കൊള്ളുകയുള്ളു. ഉപ്പ് അധികമായ കഴിക്കും. ഇന്ന് രാത്രി ഉപ്പ് ആമേ ടേസ്റ്റ് വരുത്തുന്ന ആമേ സ്തോത്രം ഞാനും നീയും ദേശത്തെഴുന്നേൽക്കുമ്പോൾ, പ്രാർത്ഥനയുടെ സ്വരം എഴുന്നേൽക്കുമ്പോൾ, ആരാധനയുടെ സ്വരം വെളിപ്പെടുമ്പോൾ, വചനജ്ഞാനത്തിന്റെ സ്വരം വെളിപ്പെടുമ്പോൾ ആമേ സാത്താന്യ സ്വരങ്ങൾ തകരും. സാത്താന്യ ശബ്ദങ്ങൾ മാറും. ഇരുളിന്റെ ശക്തികൾ മാറും. ഇരുളിന്റെ ശബ്ദങ്ങൾ ഇല്ലാതാകും. ആമേ സ്തോത്രം, പിന്നെ അവിടെ വെളിപ്പെടുന്നത് ആത്മാവിന്റെ ശബ്ദമായിരിക്കും. ആക്ഷന്റെ ശബ്ദങ്ങൾ മാറും. ആമേ നിന്റെ ചെവിയിൽ ആരോ പറയുന്നുണ്ട്. ഇന്ന് രാത്രി ലൈവിൽ കൂടി കാണുന്ന നിന്നോട് കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, നീ വാഹനത്തിൽ മുന്നേറുമ്പോൾ, നിന്റെ വാഹനം നീ ഓട്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ചെവിയിൽ ആമേ സ്തോത്രം പറയുന്നുണ്ട്, വാഹനം ആക്സിഡന്റ് പറ്റും, ആമേ നീ തകർന്നു പോകുമെന്ന് പറയുന്നത് സാത്താന്യ സ്വരമാണ്. ഇന്ന് രാത്രി ആ സ്വരത്തെ തകർത്തുകൊണ്ട് ദൈവസ്വരം നിന്റെ ചെവിയിൽ കേൾപ്പിക്കുന്ന രാത്രിയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? ആമേ സ്തോത്രം. പിന്നെയും ആമേ തിരുവചനം താഴോട്ട് പഠിച്ചാൽ ആമേ സ്തോത്രം വ്യക്തമായി അവിടെ പറയുന്നു, 42 ആമേ സ്തോത്രം ബാലന്മാർ, ആമേ സ്തോത്രം ഇന്നത്തെ ആമേ ന്യൂ ജനറേഷനെ പോലുള്ള ആമേ ബാലന്മാർ ഏലീശ അവിടെ നിന്നപ്പോൾ ആമേ ബൈക്കിലും സ്കൂട്ടറിലും സൈക്കിളിലുമായി വന്നു നിന്ന് ഏലീശയെ കളിയാക്കാൻ തുടങ്ങി. ആമേ മൊട്ടത്തലയ കുട്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിള്ളാരങ്ങോട്ട് കളിയാക്കൽ തുടങ്ങി. ആമേ സ്തോത്രം. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഏലീശ ഒന്നും മറുപടി പറഞ്ഞില്ല. ഇന്ന് രാത്രി നിനക്കെതിരെ വരുന്ന വിമർശനങ്ങൾ, നിനക്കെതിരെ വരുന്ന കളിയാക്കൽ, നിനക്കെതിരെ വരുന്ന നിന്ദകൾ, നിനക്കെതിരെ വരുന്ന ദൂഷണങ്ങൾ നീ ഒന്നും മറത്തു പറയണ്ട. നിനക്ക് വേണ്ടി പറയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ സംസാരിക്കണ്ട, നീ പ്രവർത്തിക്കണ്ട. ഇന്ന് രാത്രി എനിക്കും നിനക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏലീശയെ കളിയാക്കിയ ആമേ 42 ബാല
ബാലന്മാർ ആമേ സ്തോത്രം ഹല്ലേലൂയ. എലീശ മറുപടി ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ആമേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ 2 പെൺകരടികൾ ആമേ കേറി വന്ന് ഈ 42 ബാലന്മാരെയും ആമേ കൊന്നുകളഞ്ഞു എന്ന് തിരുവചനം പറയുന്നു. ഇന്ന് രാത്രി എനിക്കും നിനക്കും വേണ്ടി ആമേ സ്തോത്രം ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ തൊടുന്നവനെ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് തിരുവചനം പറയുന്നു. നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഇല്ലാതെപ്പെടുത്തി കളയുവാൻ ഒരു അന്ധകാര ശക്തികൾക്കും കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി ദൂത് കൈമാറിയാൽ വിശ്വസിക്കാൻ കഴിയുന്ന ദൈവജനം ഇന്ന് രാത്രി ആമേ പറ. ആമേ സ്തോത്രം ഹല്ലേലൂയ. നീ പ്രതികരിക്കണ്ട. നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആമേ രോഗമായി പ്രശ്നമായി ഇരിക്കുന്ന നിനക്ക് വേണ്ടി, കടഭാരമായി ഇരിക്കുന്ന നിനക്ക് വേണ്ടി, തലമുറ വിഷയമായി ഭാരപ്പെട്ടിരിക്കുന്ന നിനക്ക് വേണ്ടി, ചില പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്ന നിനക്ക് വേണ്ടി, പ്രമാണമായി കുരുക്കുമായി ചില വിഷയത്തിനെ പറ്റി ഭാരപ്പെടുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രി നീ സംസാരിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മൃദുസ്വരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്വരം സംസാരിക്കുന്ന സ്വരമായി സംസാരിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടും. നിനക്ക് വേണ്ടി ആമേ സംസാരിപ്പാൻ ആരുമില്ലേ? നിനക്ക് വേണ്ടി ആമേ പോയി പറയാൻ ആരുമില്ലേ? നിനക്ക് വേണ്ടി ആമേ സ്തോത്രം ഇടിവിൽ നിൽപ്പാൻ ആരുമില്ലേ? നീ ഭാരപ്പെടണ്ട. നീ ഒറ്റയ്ക്കല്ല. നിന്റെ കൂടെ ഇന്ന് രാത്രി അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ലോകത്തിലുള്ളവരെക്കാൾ വലിയവൻ നിന്റെ കൂടെയുണ്ട്. മകനെ, മകളെ, നിന്റെ കൂടെയുണ്ട്. നിന്നെ തകർത്തു കളയുവാൻ ഒരു ഇരുളിന്റെ ശക്തികൾക്ക് കഴിയത്തില്ല, ഒരു വ്യക്തികൾക്ക് കഴിയത്തില്ല. കാരണം നിന്നെ തകർക്കാൻ നോക്കുന്നവർ ആമേ സ്തോത്രം ഹല്ലേലൂയ ദൈവം തകർത്തെറിയും. ബൈബിൾ പറയുന്നു ആമേ സ്തോത്രം ഹല്ലേലൂയ പുട്ടന്റെ ആശ നശിച്ചു പോകും, അവൻ പല്ല് കടിച്ച് ഉരുകി പോകുമെന്ന് വചനം പറയുന്നെങ്കിൽ അതുപോലെ ഈ രാത്രി സംഭവിക്കുമെന്ന് ഞാൻ ദൂത് കൈമാറുന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. നിനക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളല്ല, വാഴ്ചകളത്രേ, അധികാരങ്ങളത്രേ, സ്വർലോക ദുഷ്ടാത്മ സേനകളത്രേ. ഉടമന ഹംദര പ്രൗഢ രഗമന ഘടകസ്യ. അങ്ങനെ ഇസ്രായേലിന്റെ പ്രവാചകൻ ആമേ 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 സ്തോത്രം യഹോശാഫത്ത് ആമേ സ്തോത്രം തിരക്കി. ആമേ ഇസ്രായേൽ രാജ്യത്തോട് പല രാജ്യങ്ങളും യുദ്ധത്തിന് വരുന്നു. ഞങ്ങൾ ഈ യുദ്ധത്തിന് പോകുന്നത് ദൈവഹിതമാണോ എന്നറിയുവാൻ ആമേ സ്തോത്രം യഹോശാഫത്ത് തിരക്കി. ഇവിടെ ഏതെങ്കിലും പ്രവാചകന്മാരുണ്ടോ ഒന്ന് ദൈവാലോചന എടുക്കണം. ആമേ സ്തോത്രം. ഉടനെ ആമേ രാജപുത്രം പറഞ്ഞു, ദൂത് പറയുന്ന ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ട്. അത് വേറെ ആരുമല്ല, ഏലിയാവിന്റെ കൈക്ക് നനച്ച ആമേ സ്തോത്രം എലീശയാകുന്നു. ആമേ സ്തോത്രം. യോർദാൻ 2 വറ്റിച്ചവൻ എന്നല്ല പറഞ്ഞത്. ആമേ സ്തോത്രം. ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച എലീശ. ആമേ സ്തോത്രം. ഇന്ന് രാത്രി ആമേ സ്തോത്രം ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്റെ പേരും ആമേ സ്തോത്രം പുറത്തു പറയപ്പെടുന്ന രാത്രിയാക്കി ദൈവം ഇന്ന് രാത്രി മാറ്റുകയാ. പ്രാർത്ഥിച്ചവരെ നിന്നെ ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞു ഒറ്റപ്പെട്ടിരിക്കുന്ന നിന്നോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്നെ പലരും മനുഷ്യരറിയില്ലെങ്കിലും ഇന്ന് രാത്രി നിന്റെ കാര്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്. നിന്റെ മക്കളുടെ ഭാവി വിഷയങ്ങൾ ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ മക്കളുടെ ഭാവി വിഷയങ്ങൾ ദൈവം അറിയുന്നുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ വിഷയം ദൈവം അറിയുന്നുണ്ട്. ആമേ സ്തോത്രം ഹല്ലേലൂയ. നിന്റെ വീട് ആമേ പണി ആമേ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അതിന്ന് രാത്രി ദൈവം അറിയുന്നുണ്ട്. നിന്റെ യാത്രകൾ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അതിന്ന് രാത്രി ദൈവം അറിയുന്നുണ്ട്. ഒരു മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിലും, ഒരു വ്യക്തി അറിഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി നിന്റെ വിഷയം ദൈവം അറിയുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? ദൈവമക്കളെ, നിന്റെ വിഷയം ഇന്ന് രാത്രി ദൈവം അറിയുന്നുണ്ട്. ആമേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആരാലും അറിയപ്പെടാതെ കിടന്ന എലീശി ആമേ സ്തോത്രം അറിയപ്പെടുന്നത്, എലീശി അറിയപ്പെടുന്നത് ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചവനെന്നുള്ള ആമേ സ്തോത്രം ഹല്ലേലൂയ ദൈവദാസന്റെ അഭിഷേകമാണത്. എലീശയിലേക്ക് ആമേ സ്തോത്രം വെളിപ്പെട്ടത്. ഈ കാലഘട്ടം അഭിഷേകം ആമേ ആമേ ആഗ്രഹിക്കുന്ന ദൈവജനം സഭയ്ക്ക് ആമേ പായിടാനോ ആമേ കസേരയിടാനോ തൂക്കാനോ ആമേ സ്തോത്രം നിന്റെ പുറത്തെത്തി പൊടി പറ്റിയാൽ അത് വിഷയമല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ആമേ ആലയത്തിനു വേണ്ടി മുൻകാര്യങ്ങൾ നിൽക്കുന്ന, മുൻ സ്ഥാനങ്ങൾ നിൽക്കുന്ന നിന്റെ മേൽ അസാധാരണമായ അഭിഷേകം വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറുന്നു. വായ കൊണ്ടൊന്നും മിണ്ടാതിരുന്ന് ആരാധിക്കാൻ, മിണ്ടാതിരുന്ന് കൈയടിക്കാതെ പ്രാർത്ഥിക്കാതെ മിണ്ടാതെ പോയ നിന്റെ മേൽ നീ ആഗ്രഹിക്കൽ ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകത്തിന്റെ ശക്തി നീ ആഗ്രഹിക്കരുത്. ഇന്ന് രാത്രി അവയെ സ്തോത്രം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവൻ ദൈവത്തിൽ നിന്ന് വാങ്ങിക്കും. അവയെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അവയെ സമർപ്പണമുള്ള തന്റെ മക്കൾക്ക് വേണ്ടി ഈ രാത്രിയും ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കാൻ കഴിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. 2 രാജാക്കൾ 4 നമ്മൾ താഴോട്ട്
ആമേ സ്തോത്രം ഹല്ലേലൂയ ഒരു ദൈവ പുരുഷന്റെ ഭാര്യ കടം കയറി അവയെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ആമേ ദൈവ പുരുഷൻ ആമേ സ്തോത്രം ദൈവ വേലയുമായുള്ള ബന്ധപ്പെട്ട് ആമേ സ്തോത്രം വായ്പ എടുത്തിരുന്നു. വായ്പ കൊടുക്കാൻ കഴിയാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. ആമേ സ്തോത്രം ഇന്ന് രാത്രി ഹല്ലേലൂയ കടം കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന നിന്നോട് ആമേ കർത്താവ് പറയുന്നു, ആമേ സ്തോത്രം കർത്താവ് ആർക്കും കടക്കാരനല്ല. നിന്റെ പ്രശ്നങ്ങൾക്ക് നിന്റെ ആമേ പ്രതിസന്ധികൾക്ക് പരിഹാരം തരുവാൻ നല്ലവനായ കർത്താവ് ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. ആമേ സ്തോത്രം കടക്കാർ വീട്ടിൽ പിള്ളേരെ പിടിക്കാനായി ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം വന്നു നിൽക്കുമ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ ദൈവപുരുഷന്റെ ഭാര്യ ആമേ സ്തോത്രം ഹല്ലേലൂയ ഉള്ളിൽ ആമേ ദൈവഭക്തിയോടും ദൈവിക ബഹുമാനത്തോടും കൂടെ ദൈവപുരുഷന്റെ ആമേ സ്തോത്രം അടുത്തേക്ക് ചെന്നു. ദൈവപുരുഷൻ അങ്ങേക്കറിയാമല്ലോ എന്റെ ഹസ്ബൻഡ് ആമേ സ്തോത്രം എടുത്ത പൈസ കൊടുക്കാൻ നിവൃത്തിയില്ലതാ ഇപ്പോൾ കുഞ്ഞുങ്ങളെ പിടിക്കുവാൻ കടക്കാർ വന്നു നിൽക്കുന്നു. എന്തെങ്കിലും ഒരു വഴി ഒരു ദൂത് അങ്ങ് പറയണം. ആമേ സ്തോത്രം ഇന്ന് രാത്രിയും ദൂതല്ല അഭിഷിക്തന്മാര് ഈ കാലഘട്ടത്തിൽ തിരഞ്ഞു പിടിക്കുന്ന ഒരു കാലഘട്ടമെന്ന് ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറിയ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഇന്ന് രാത്രിയും ആമേ സ്തോത്രം ഹസ്ബൻഡ് നഷ്ടപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട് ആമേ സ്തോത്രം ആയിരിക്കുന്ന ആമേ സ്തോത്രം ആന്റിമാരോട് സഹോദരിമാരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല, എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്ന നിന്നോട് കോവിഡ് പ്രതിസന്ധിയിൽ അനേകരുടെ ഹസ്ബൻഡുകൾ ആമേ സ്തോത്രം മാറ്റപ്പെട്ട് ഈ ഭൂമിയിൽ അങ്ങനെയുള്ള ചെറിയ രാത്രി തിരുവചനം കേൾക്കുന്നു. സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്നെയും പ്രശ്നവും പ്രതിസന്ധിയായി പോകുന്ന സഹോദര സഹോദരി നിന്നോട് ഇന്ന് രാത്രി കർത്താവ് ദൂത് കൈമാറുന്നു. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവ് ഈ 2021 സെപ്റ്റംബർ മാസം 10-ാം തീയതി ഈ വെള്ളിയാഴ്ച രാത്രി കർത്താവ് നിന്നോട് പറയുന്നു, നിന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി തരുവാൻ ശക്തനായ ഒരു കർത്താവ് ഇന്ന് രാത്രി നിന്നോടും കൂടെയുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നവർ ആമേൻ പറ. ഹല്ലേലൂയ 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 ആമേ സ്തോത്രം ഹല്ലേലൂയ. എലീശ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ ഒന്നുമില്ല. അതെ, അടുത്ത വീട്ടുകളൊക്കെ പോയി പാത്രം പറക്കാൻ പറഞ്ഞു. അതെ, എല്ലാ വീടുകളിലും പോയി പാത്രങ്ങൾ പറക്കി. അതെ, എന്നിട്ട് അവർ റൂമടച്ചു, റൂമിനകത്തിരുന്നു. ആമേ സ്തോത്രം ആമേ കാലിപാത്രങ്ങളിൽ ആമേ എണ്ണ നിറച്ചു. ഇന്ന് രാത്രി നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ എണ്ണയെ ആമേ റൂമടച്ചിരുന്ന് പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാണെങ്കിൽ ആമേ സ്തോത്രം അശുദ്ധിയും ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം കുതികാലി വെട്ടലും ആമേ സ്തോത്രം പരിഹാസവും കളിയാക്കലെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് രാത്രി റിയലായി നിന്റെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് റിയലായി പ്രാർത്ഥന ആമേ സ്തോത്രം സ്വർഗത്തിലേക്ക് ഉയരുമെങ്കിൽ നിന്റെ വിഷയങ്ങൾക്ക് 100% മറുപടി തന്ന് മാനിപ്പാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. നീ ഭാരപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് ദാസിയെ ഇന്ന് രാത്രി ഒരു തീർപ്പ് കൽപ്പിക്കുന്ന രാത്രി എന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ പറയപ്പെടോ. നിന്റെ ചില സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ ഒരു അസാധാരണമായ ഒരു മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുകയാ. ആമേ സ്തോത്രം രാത്രി യാമങ്ങളിൽ മുട്ടുമടക്കാൻ പ്രാർത്ഥിപ്പാൻ കുടുംബമായി നീ തയ്യാറായാൽ നഷ്ടപ്പെട്ടു പോയ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ മധ്യ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. അടകമനഘടക ചെറുതാഴോട്ട് പഠിച്ചാൽ ആമേ സ്തോത്രം ഹല്ലേലൂയ. അവര് ആമേ ധനികരായ സ്ത്രീ, അവർക്ക് തലമുറയില്ല, സൂര്യങ്കാരത്തി ആമേ സ്തോത്രം ആമേ വീടുണ്ട്, വസ്തുവുണ്ട്, എല്ലാം ഉണ്ട്. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇതിലൂടെ കൂടെ ദൈവദാസൻ അതുവഴി പോകുമ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ ഇതുവഴി കൂടെ ദൈവദാസൻ പോകുന്നു. യഥാർത്ഥ ദൈവപുരുഷനാ. അങ്ങേരെ ഒന്ന് വീട്ടിൽ ഒന്ന് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് കൊള്ളാമായിരുന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഒന്ന് താമസിപ്പിച്ചിരുന്നെങ്കിൽ ഒന്ന് കൊള്ളാമായിരുന്നു. ദൈവിക ദൂതുകൾ കൈമാറിയനെ, ആ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തിയനെ. എല്ലാവരും വീട്ടിക്കേറ്റാൻ കൊള്ളുകയില്ല. ദൂതുള്ളവരെ അഭിഷിക്തന്മാരെ ഈ കാലഘട്ടത്തിൽ വിവേചിച്ച് നിന്റെ വീട്ടിൽ ആമേ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ, ഫോണിൽ കൂടി പ്രാർത്ഥിച്ചാൽ നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് അന്ന് രാത്രി തന്നെ അപ്പോൾ തന്നെ വിടുതലുണ്ടാകുമെന്ന് ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറുന്നു. ആമേ സ്തോത്രം എലീശയെ ആ വീട്ടിൽ ആമേ ഭക്ഷണത്തിന് വിളിച്ചു. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഭക്ഷണങ്ങൾ കഴിച്ചു, അവിടെ താമസിച്ചു, ദൂത് കൈമാറി. അടുത്ത ആണ്ടിൽ ഇതേ സമയത്ത് ഒരു ആമേ തലമുറ ഉണ്ടാകും. ആമേ സ്തോത്രം സൂര്യകാര്യത്തേക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആമേ സ്തോത്രം പ്രായം ചെന്നു എങ്കിലും ആമേ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി അതേ കുടുംബത്തിൽ വെളിപ്പെട്ടു. പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർ കൊടുത്ത
മകൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ആമേ സ്തോത്രം ഹല്ലേലൂയ, ദൈവപുരുഷനായിരിക്കുന്നത് മലയിലേക്ക് ചെന്നു, ഹോരോ മലയിലേക്ക് ചെന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ ആമേ വടി കൊണ്ട് ശിഷ്യന്റെ കൊടുത്തുവിട്ട് ഗ്രേഗസീനെ കൊടുത്തു വിട്ടു. പക്ഷേ ആ വടി വെച്ചപ്പോൾ കുഞ്ഞെഴുന്നേറ്റില്ല. പിന്നെ ഏലീശ വന്നു, ആമേ കുഞ്ഞിന്മേൽ കടന്ന് ആമേ സ്തോത്രം ആമേ വായിൽ ശ്വാസമൂതി. ആമേ സ്തോത്രം കുഞ്ഞുയർത്തെഴുന്നേറ്റു. അത് ആദ്യത്തെ ആമേ ഉയർത്തെഴുന്നേൽപ്പ്. ഏലിയാവ് ഒരാളെ ആമേ സ്തോത്രം ഉയർപ്പിച്ചപ്പോൾ അടുത്ത് ഏലീശ അതെ രണ്ടുപേരെ ഉയർപ്പിച്ചു. ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ മറ്റാരും ചെയ്യാത്ത ചില ശുശ്രൂഷകൾ, മറ്റാരും ചെയ്യാത്ത ചില ദൈവിക പ്രവർത്തികൾ കർത്താവ് നിന്നെ കൊണ്ട് ചെയ്യിക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ തൂത് കൈമാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത തിരുവചനം താഴോട്ട് പഠിച്ചാൽ അറിയാം. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആ ദേശത്ത് ക്ഷാമമുണ്ടായി. ആമേ സ്തോത്രം ക്ഷാമമുണ്ടായപ്പോൾ ആമേ സ്തോത്രം ഗിലെയാദിൽ ക്ഷാമമുണ്ടായി. ആമേ സ്തോത്രം ചീര പറിച്ച് പായസം വെച്ചു. പക്ഷേ അതിൽ ആമേ സ്തോത്രം പേച്ചീര ഉണ്ടായിരുന്നു. പേച്ചീര ആമേ സ്തോത്രം വെച്ച് പായസം വെച്ചപ്പോൾ അത് കുടിക്കുന്നവരെല്ലാം മരണപ്പെട്ടു പോകും. ഉടനെ മരണം കലത്തിൽ കണ്ടപ്പോൾ ഏലീശ പറഞ്ഞു, അതെ കുറച്ച് മാവ് കൊണ്ടുവരിക, അതെ ആമേ സ്തോത്രം കലത്തിലേക്ക് ഇട്ട് ഇളക്കുക, അതെ കോരി കൊടുക്കുക. ആമേ സ്തോത്രം ആ ശബ്ദത്തിന് മുന്നിൽ മരണങ്ങൾ ആ ഭവനത്തിൽ നിന്ന് നീക്കപ്പൊക്കൊണ്ടായി. ഇന്ന് രാത്രി ദൈവശക്തം വെളിപ്പെടുന്നിടത്ത് മരണങ്ങൾ നീക്കപ്പൊക്കൊണ്ടാകും, അനർത്ഥങ്ങൾ നീക്കപ്പൊക്കൊണ്ടാകും, പ്രതിസന്ധികൾ നീക്കപ്പൊക്കൊണ്ടാകും. ഇന്ന് രാത്രി ദൈവശബ്ദത്തിന്, ദൈവത്തിന്റെ മൃദുസ്വരത്തിന് ഇന്ന് ഞാനും നിങ്ങളും ചെവി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അനർത്ഥങ്ങളെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ ദൈവം എടുത്തു മാറ്റും. കടഭാരങ്ങളെ ദൈവം എടുത്തു മാറ്റും, പ്രതിസന്ധികളെ എടുത്തു മാറ്റും. മൃദുസ്വരത്തിന് ഇന്ന് രാത്രി ആമേ ചെവി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. ആമേ സ്തോത്രം ഹല്ലേലൂയ. നയമാൻ കുറ്റം പിടിച്ചു കിടക്കുമ്പോൾ ആമേ സ്തോത്രം ഒരു ഇസ്രായേൽ പെൺകുട്ടിയെ വിട്ട് ജോലിക്ക് നയമാൻ കൊണ്ടു നിർത്തിയിരുന്നു. ആമേ ഇസ്രായേൽ പെൺകുട്ടി പറഞ്ഞു, ഇസ്രായേൽ ആമേ ഒരു പ്രവാചകനുണ്ട്. ആമേ സ്തോത്രം ആമേ സ്തോത്രം ഹല്ലേലൂയ. രാജാവിന്റെ രാജാവിന്റെ പടനായകനായ ഏലീശയുടെ ഭാര്യയോട് പറഞ്ഞു, അങ്ങൊന്ന് ചെന്നിരുന്നെങ്കിൽ കൂട്ടം മാറ്റിക്കൊടുത്തേനെ. അങ്ങ് പലപ്പോഴും ഭാര്യ പറഞ്ഞപ്പോൾ ആമേ സ്തോത്രം ആ ശബ്ദം അത് ആമേ നയമാന്റെ ചെവിയിൽ കേട്ടു. നയമാൻ ആമേ ആടും മാടും ആമേ പണവും സ്വർണവുമായി ആമേ സ്തോത്രം ഏലീശയെ കാണാൻ വീട്ടിലേക്ക് ചെന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഏലീശ വീട്ടിന്റെ അകത്തു നിന്നിട്ട് പറഞ്ഞു, പോകുക 7 തവണ മുങ്ങുക. ആമേ സ്തോത്രം 7-ാം തവണ മുങ്ങിപ്പൊങ്ങുമ്പോൾ നിന്നെ പഴയ ശരീരം വീണ്ടും കിട്ടും. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന വ്യക്തിയുടെ മേലുള്ള എല്ലാ രോഗബന്ധനങ്ങളും വഴിയും, കൂട്ടങ്ങൾ വഴിമാറും. ആമേ പ്രതിസന്ധികൾ വഴിമാറും, പ്രതികൂലങ്ങൾ വഴിമാറും. ഇന്ന് രാത്രി ഇരുളിന്റെ ശക്തികൾ വഴിമാറും. ദൈവ ശബ്ദത്തിന് ഇന്ന് രാത്രി ചെവി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, വചനത്തിന് ആമേ ഹൃദയം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ആരാധനക്ക് ആമേ മനസ്സ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവ ശബ്ദത്തിന്റെ മുന്നിൽ മാറാത്തതൊന്നുമില്ല. ആമേ സ്തോത്രം. ദൈവ ശബ്ദത്തിന് മുന്നിൽ എരിയാത്ത ഒരു ശക്തിയുമില്ല. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയായി മാറും. ആമേ കുട്ടം മാറി ഹല്ലേലൂയ, ഹല്ലേലൂയ മടങ്ങി വന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. പിന്നെയും ഏലീശ ശിഷ്യന്മാരും ആയിരിക്കുമ്പോൾ അവരായിരിക്കുന്ന സ്ഥലം ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് അവർ വായ്പ വാങ്ങി ഒരു കോടാലി മരം മുറിക്കാൻ പോയി. പക്ഷേ ആഞ്ഞാഞ്ഞ് വെട്ടിയപ്പോൾ അത് വെള്ളത്തിൽ പോയി. വായ്പ വാങ്ങി ആമേ സ്തോത്രം ബിസിനസ് നടത്തിയവർ ഇന്ന് രാത്രി കേൾക്കുന്നു. വായ്പ ലോൺ എടുത്തു വീട് വെച്ചവർ കേൾക്കുന്നു. വായ്പ എടുത്ത് വസ്തു വാങ്ങിയവർ കേൾക്കുന്നു. ആമേ തിരിച്ചടയ്ക്കാൻ കഴിയില്ലാത്ത ചില മേഖലകളായിരിക്കുമ്പോൾ, ചിലരൊക്കെ ആമേ നഷ്ടപ്പെട്ടു പോയി വെള്ളത്തിൽ പോയ അവസ്ഥകളായിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നഷ്ടപ്പെട്ടു പോയ ആമേ സാമ്പത്തിക മേഖലകൾ, നഷ്ടപ്പെട്ടു പോയ ജോലി മേഖലകൾ, നഷ്ടപ്പെട്ടു പോയ ബിസിനസ് മേഖലകൾ, നഷ്ടപ്പെട്ടു നിൽക്കുന്ന മകന്റെ വിവാഹ വിഷയങ്ങൾ, നഷ്ടപ്പെട്ടു നിൽക്കുന്ന മകന്റെ വിവാഹ വിഷയങ്ങൾ ഇന്ന് രാത്രി ചില നടക്കത്തില്ലെന്ന് പറയുന്നത്, ആമേ സ്വന്തം സാധിക്കത്തില്ലെന്ന് പറയുന്ന ചില മേഖലകളെ ഇന്ന് രാത്രി ചിലർ കൈനീട്ടിയെടുക്കുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. വിശ്വസിക്കാൻ കഴിയുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ കരം, ഒരു ദൈവത്തിന്റെ മൃദുസ്വരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാണ്. ഏലീശയ്ക്ക് കാണിച്ചു കൊടുത്തു. പൊടിവെട്ടി എറിഞ്ഞ് നഷ്ടപ്പെട്ട
പോയ കോടാലി ഇരുമ്പ് കഷ്ണം പൊങ്ങി വന്നു. സാധ്യതകൾ അസാധ്യതകളായി മാറി. ഒരു സൂപ്പർ നാച്ചുറൽ ദൈവപ്രവൃത്തി അതേ വെള്ളത്തിൽ വെളിപ്പെട്ടു. ഒരിക്കലും ഇരുമ്പ് കഷ്ണം കൊടി വെട്ടി ഇറങ്ങിയാൽ എറിഞ്ഞാൽ പൊങ്ങുകയില്ല. പക്ഷേ അഭിഷേകമുള്ളവൻ അതിന്റെ പിന്നിൽ കരം വച്ചപ്പോൾ സ്തോത്രം ദൈവത്തിന്റെ ശബ്ദം അതിൽ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി സാധ്യതയില്ലാത്തടത്ത് സാധ്യതകൾ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള കർത്താവിന്റെ സ്വരം എനിക്കും നിനക്കും വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാണ്. സ്തോത്രം ഏലിയാവ് സ്തോത്രം ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്തോത്രം അല്ലെങ്കിൽ വിളിച്ച് പുറത്തിറക്കി സ്തോത്രം മൃദുസ്വരം കേൾപ്പിച്ച ഒരു ദൈവം ഇന്ന് രാത്രി നമ്മോടുകൂടെയുണ്ട്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മോടുകൂടെയുണ്ട്. ആ മൃദുസ്വരം ഏലിയാവ് കേട്ടു. അതേ സ്തോത്രം രാജാവിനെ അഭിഷേകം ചെയ്തു, പ്രവാചകനെ അഭിഷേകം ചെയ്തു. സ്തോത്രം ഹല്ലേലൂയ. ഏലിയാവിന്റെ അഭിഷേകം ഏലീശയെ കൊടുത്തു. സ്തോത്രം ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇന്ന് രാത്രി ഏലിയാവിൽ വെളിപ്പെട്ട മൃദുസ്വരം, ഏലീശയിൽ വെളിപ്പെട്ട മൃദുസ്വരം, പൗലോസിൽ വെളിപ്പെട്ട മൃദുസ്വരം, പത്രോസിൽ വെളിപ്പെട്ട മൃദുസ്വരം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യാക്കോബിൽ വെളിപ്പെട്ട മൃദുസ്വരം, അബ്രഹാമിൽ വെളിപ്പെട്ട, ഇസഹാക്കിൽ യാക്കോബിൽ വെളിപ്പെട്ട അതേ ദൈവത്തിന്റെ സ്വരം ഈ കാലഘട്ടത്തിൽ എന്നിലും നിന്നിലും വെളിപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ വീട്ടിൽ ഒരു മൃദുസ്വരം നിന്നിൽ കൂടി വെളിപ്പെടട്ടെ. സഭയിൽ നിന്നിൽ കൂടി ഒരു മൃദുസ്വരം വെളിപ്പെടട്ടെ. ദേശത്ത് പട്ടണങ്ങൾ, നീ ആയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ, നീ ആയിരിക്കുന്ന കമ്പനികൾ, നിന്നിൽ കൂടി ഒരു മൃദുസ്വരം സ്തോത്രം വെളിപ്പെടുവാൻ കർത്താവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ സ്വരം സ്തോത്രം ഹല്ലേലൂയ. മൃദുസ്വരം, സമാധാനത്തിന്റെ സ്വരം ഇന്ന് രാത്രി നിന്നിൽ വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ പോകുമ്പോ മകളെ വഴി ഇതിലെ എന്ന് പറഞ്ഞ് നീ ആയിരിക്കുന്ന ചില പാപമേഖലയിൽ, നീ ആയിരിക്കുന്ന ശാപമേഖലയിൽ, നീ ആയിരുന്ന ഇരുളിന്റെ ശക്തിയിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ. മകളെ മാതാവേ പിതാവേ, ദൈവത്തിന്റെ സമാധാനത്തിന്റെ മൃദുസ്വരം സ്തോത്രം നിന്നെ വഴി നടത്തുന്നു. നിന്റെ ബുദ്ധിയോ കഴിവോ വിദ്യാഭ്യാസമോ സ്തോത്രം ഹല്ലേലൂയ 5 അക്കമോ 10 അക്കമുള്ള ശമ്പളമുള്ളത് കൊണ്ടല്ല. ഇന്ന് രാത്രി നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ നന്മ കാണുന്നത്. ദൈവത്തിന്റെ സ്വരം നിന്റെ മേലുണ്ട്. മൃദുസ്വരം, നിന്റെ മേലുള്ള വിളി, നിന്റെ മേലുള്ള വാട്ടത്വം, നിന്റെ മേലുള്ള തെരഞ്ഞെടുപ്പ്, നിന്റെ അപ്പനപ്പമാർ കൊടുത്ത വിലയുടെ സ്തോത്രം ഫലമായി ഒരു സ്വരം നിന്റെ ചെവി ഇന്ന് രാത്രി മുതൽ കേൾക്കുന്ന രാത്രിയാകട്ടെ. ആലോചന പറയുന്ന ദൂതന്മാർ നിന്റെ കൂടെ എപ്പോഴും ഇരിക്കുന്ന രാത്രിയായി രാത്രി മാറട്ടെ. ഇന്ന് രാത്രി ഈ 2021 ഈ സെപ്റ്റംബർ മാസം 10-ാം തീയതി പരിശുദ്ധാത്മ വെള്ളിയാഴ്ച രാത്രി നിന്നോട് പറയുന്നു, അനേക സ്വരങ്ങൾ നിന്റെ ജീവിതത്തെ തകർത്തു കളഞ്ഞു. അനേക സ്വരങ്ങൾ നിന്നെ ഇല്ലാതെപ്പെടുത്തി കളഞ്ഞു. യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ടിവിയുടെയും സ്തോത്രം സ്വരങ്ങൾ നിന്നെ വഴിതെറ്റിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി വഴിതെറ്റിക്കാത്ത ഒരു സ്വരമുണ്ടെങ്കിൽ അത് യഹോവയുടെ ദൈവത്തിന്റെ മൃദുസ്വരമാണ്. അതിനെ സ്തോത്രം മറികടന്നു പോകുവാൻ എനിക്കും നിനക്കും കഴിയുകയില്ല. ആ ശബ്ദത്തിന് മുന്നിൽ ഇന്ന് രാത്രി ചെവി കൊടുക്കാമോ? നീ ആയിരിക്കുന്ന മേഖലയിൽ, നീ ആയിരിക്കുന്ന സ്തോത്രം പ്രതിസന്ധി ഘട്ടത്തിൽ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ മേലൊരു അസാധാരണ ഒരു അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് കൊടുക്കാൻ നീ ആഗ്രഹിക്കുന്ന നിനക്ക് വേണ്ടി ഈ ശബ്ദത്തെ കേൾക്കുവാൻ കഴിയും. സ്തോത്രം ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് പകരുവാൻ തക്കവണ്ണം ഒരു അസാധാരണമായ ഒരു അഭിഷേകം ഈ 2021 സെപ്റ്റംബർ മാസം സ്തോത്രം 10-ാം തീയതി രാത്രി കർത്താവ് നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. സ്തോത്രം കണ്ണുകൾ അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഏലിയാവ് കേട്ട ആ മൃദുസ്വരം, ഏലിയാവിന്റെ ഇരട്ടി പങ്ക് എലീശയിലേക്ക് കൈമാറിയ അതേ ദൈവത്തിന്റെ കരം സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ സ്വരം നിന്റെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭൂകമ്പം വെളിപ്പെട്ടിട്ട് ദൈവം വെളിപ്പെട്ടില്ല. ശക്തിയോടെ കാറ്റടിച്ചു പാറകളെ തകർത്തു, അതിലും ദൈവം വെളിപ്പെട്ടില്ല. തീയിറങ്ങി, അതിലും വെളിപ്പെട്ടില്ല. അതിനുശേഷം സ്തോത്രം മൃദുവായ സ്വരം, ഏലിയാവേ നീ ഇവിടെ എന്തെടുക്കുന്നു? പോകുക, പോയി സ്തോത്രം ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുക. പോകുക, ഒരു പ്രവാചകനെ അഭിഷേകം ചെയ്യുക. അവനിൽ കൂടി ഞാൻ നിന്നിൽ കൂടി ചെയ്തതിന്റെ ഇരട്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, കർത്താവ് ചെയ്തതിലധികം സ്തോത്രം വിശ്വസിക്കുന്ന തന്റെ മക്കൾ ഞാനും നിങ്ങളും ചെയ്യുമെന്ന് സ്തോത്രം വചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലധികം
നിങ്ങൾ ചെയ്യും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളായിരിക്കുന്ന വിഷയത്തിന് മേൽ ഇന്ന് രാത്രി വലിയൊരു വിടുതൽ വെളിപ്പെടുന്ന രാത്രിയാ. കർത്താവിന്റെ സ്വരം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക. തകർന്നിരിക്കുന്ന കുടുംബജീവിതം, തകർന്നിരിക്കുന്ന മാതാപിതാക്കളെ സ്തോത്രം, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവസ്വരം വെളിപ്പെടുന്നു. തലമുറകൾ വഴിതെറ്റി നിൽക്കുന്ന തലമുറകൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്വരം അതേ കേൾക്കുന്ന രാത്രിയാണ്. മൃദുസ്വരം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന രാത്രിയാണ്. ചില ഭവന പണികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, ഭാരപ്പെട്ട് നിൽക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ മൃദുസ്വരം വെളിപ്പെടുത്തുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. യാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുന്നോട്ട് പോകാൻ കഴിയാത്ത നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ മൃദുസ്വരം സ്തോത്രം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാണ്. ചില രോഗശക്തിയുടെ മേൽ ഇന്ന് രാത്രി മൃദുസ്വരം വെളിപ്പെടും. നീ ഭാരപ്പെട്ടിരിക്കുന്ന രോഗശക്തികൾ ഇന്ന് രാത്രി വിട്ടുമാറുന്ന രാത്രിയാണ്. കടഭാരത്തിന്റെ കെട്ടുകൾ അഴിയുന്ന രാത്രിയാണ്. കടഭാരത്തിന്റെ ബന്ധനങ്ങൾ അഴിയുന്ന രാത്രിയാണ്. രോഗശക്തികൾ തകരുന്ന രാത്രിയാണ്. വിചാരത്തിന്റെ ശക്തികൾ തകരുന്ന രാത്രിയാണ്. നീ മുന്നോട്ട് പോകും, നീ മുന്നോട്ട് പോകും. യേശുവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേലുണ്ട്. ഒരു അന്ധകാര ശക്തികൾക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഫേവർ ഇന്ന് രാത്രി തലമുറകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാണ്. ഇത് രാത്രി ലൈവിൽ കൂടി കാണുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും എല്ലാ വിയേഴ്സിന്റെ മേലും അസാധാരണമായ ഒരു മൃദുസ്വരം ഇന്ന് അവർക്ക് വേണ്ടി വെളിപ്പെടുന്നത് ഓർത്ത് നന്ദി പറയും. നീരും ഫോടകളെ കണ്ണിക്കുന്ന താമ്രവാതകളെ തകർക്കുന്ന ചങ്ങലകളെ പൊട്ടിക്കുന്ന ദൈവിക മൃദുസ്വരം, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കരം അതെ ഇന്ന് രാത്രി തന്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കായി നന്ദി. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.